പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, മരിച്ചുപോയ വ്യക്തികളില്ലേ, നമ്മൾ കുറേ പ്രാർത്ഥിച്ചു, പക്ഷേ രോഗത്തിൽ മരിച്ചുപോയി. അപ്പം നമ്മൾ അതിൻ്റെ പേരിൽ ഇപ്പോഴും ദൈവത്തോട് കലഹവും സങ്കടവും പ്രാർത്ഥനയില്ലാതെയും ഒക്കെ നമ്മൾ മനസ്സിടിഞ്ഞൊക്കെ ജീവിക്കുന്നുണ്ടാവും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നാണ് പലപ്പോഴും പാരിഷനിലൂടെ മലാഖ കൊടുത്തിരിക്കുന്ന അടിസ്ഥാന വചനങ്ങൾ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. അങ്ങനെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത്, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. ദൈവത്തിലെ നമ്മൾ വെറുത്തുപേക്ഷിച്ച് നിരാശയിൽ കഴിയുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ഈ ദൈവത്തിന് ഒന്നും അസാധ്യമില്ലാത്ത ദൈവം. അപ്പം നിങ്ങൾ ഓർക്കും ഇങ്ങനെ പറയുമ്പോൾ ഉടനെ ചത്തവൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാന്ന്. അതല്ല, അതുമൂലം ഉണ്ടാക്കുന്ന കുറച്ച് ആ മനുഷ്യൻ, ആ വ്യക്തി, അമ്മ അല്ലെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മക്കൾ മരിച്ചുപോയ മൂലം ഉണ്ടായ ആഘാതങ്ങളില്ലേ, അതുമൂലം കുടുംബത്തിലുണ്ടായിരുന്ന ഇടറവില്ലേ, മിക്കതും ഭൗതികമായിരിക്കും, ചിലപ്പോൾ ആധ്യാത്മിക അല്ലെ മറ്റു തരത്തിലുള്ള വിഷയമായി. ഈ വിഷയത്തിൻ്റെ മേലെ ദൈവത്തിന് ഇടപെടാൻ കഴിയും. നീ ഇതാ കർത്താവിൻ്റെ ദാസിയെന്നും പറഞ്ഞ അമ്മയെപ്പോലെ ഒന്നും അസാധ്യമില്ലാത്തതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി സമർപ്പിക്കാൻ തയ്യാറാകണം. അപ്പോൾ എന്തെല്ലാം തകർച്ച നഷ്ടങ്ങൾ കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവം എടുത്തു മാറ്റി നിൻ്റെ നെഞ്ചിൽ നിന്ന് കല്ലുരുട്ടി മരണം കാണാം. കല്ലെല്ലാവരുടെ മുമ്പിലും കല്ലിരിക്കണില്ലേ, ഓരോരോ വിഷയങ്ങൾ കാരണം കല്ല് ഇരിക്കണ പോലെ തോന്നും. ഉറക്കം വരണില്ല വെച്ചാൽ നെഞ്ചത്തൊരു കല്ല് കയറ്റി വെച്ച പോലെ തോന്നണം എന്നൊക്കെ പറയലേ, ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർ പറയലേ. അപ്പം കല്ലെടുത്ത് മാറ്റണ പരിപാടിയുണ്ട്. പക്ഷെ കല്ലെടുത്ത് മാറ്റുമ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശം ലാസറിനെ വേർപ്പിക്കുകയാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ മുമ്പിലാണ് നീ നിൽക്കണത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന്, കർത്താവായ ദൈവമേ, ദിവ്യ അമ്മയുടെ സാന്നിധ്യത്തിലെ അങ്ങയോട് മാധ്യസ്ഥ യാചിക്കുന്നു. കർത്താവേ, മനസ്സിടിഞ്ഞു പോയവര്, പ്രാർത്ഥന ഉപേക്ഷിച്ചവര്, മനസ്സിടിഞ്ഞു പോയവര്, മനസ്സിൽ ഭാരമുള്ളവര്, വ്യക്തികളുടെ വിയോഗം, നഷ്ടപ്പെടുതല്, വിടുതല്, വേർപാട് മൂലം ഉണ്ടായിട്ടുള്ള എല്ലാ വേദന അനുഭവിക്കുന്നവരെ, വിവാഹത്തില് അകന്ന് കഴിയുന്നവരെ, മക്കള്, ജീവിത പങ്കാളികള്, മരിച്ചു പോയവരെ, ഈശോ സ്നേഹിതരെ സഹായിക്കാൻ സന്മനസ്സുള്ളവരെ, ഉപേക്ഷിച്ച് പോയതിന്റെ പേരില് അനുഭവിക്കുന്ന സങ്കടങ്ങള് യേശുവേ നാമത്തിലെ സഭയുടെ അധികാരത്തില് ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അടയാളങ്ങള് ആ വ്യക്തികളില് നിറയട്ടെ. മനസ്സ് ഈ നിമിഷം എളുതാകട്ടെ, ഭാരം കുറയട്ടെ. ദൈവനാമത്തില് അവർ ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അവർ ദുർനടപ്പിൽ ചെന്ന് ചാടും, ചിലപ്പോൾ തെറ്റായ പ്രണയബന്ധത്തിൽ ചെന്ന് കുരുങ്ങിപ്പോകും. അവർ തന്നെയും രണ്ടും മൂന്നും ദൈവത്തെക്കുറിച്ച് ബോധ്യതയില്ലാത്ത കാരണം പല അബോർഷൻസും സംഭവിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ അവർക്ക് ഉണ്ടാകത്തില്ല, പിന്നെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചാലും കിട്ടത്തില്ല. ഇങ്ങനെ പലതരം പ്രശ്നങ്ങളിൽ മനസ്സിടിഞ്ഞു പോയിട്ടുള്ള മനുഷ്യരെ, ഇവരെല്ലാം ഫയൽ ക്ലോസ് ചെയ്ത ആൾക്കാരാണ്. സക്കറിയായെ പോലെ ഇനി ഒന്നും നടക്കത്തില്ല, ഉള്ള കഞ്ഞിയും കുടിച്ച് ഉള്ള പ്രാർത്ഥനയും ചൊല്ലി ജീവിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ദൈവം ഈ നിമിഷം നിൻ്റെ ജീവിതാവസ്ഥകളിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നീ ചെയ്ത ഉടമ്പടി പ്രകാരമോ
നീ ഇപ്പോഴും കൂടുന്ന ആരാധന അടിസ്ഥാനത്തിലോ നിന്നെ സഹായിക്കാൻ പോവുകയാണ്. ദൈവത്തിലെ ഇതിനേക്കാൾ വലിയൊരു നിമിഷം നമുക്ക് കിട്ടാനില്ല. നീ സ്തുതിക്കട്ടെ. ഇപ്പോൾ അടുത്ത കൃപാസന ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവേ, ഇപ്പോഴും അങ്ങയുടെ മക്കൾ ലോകം മുഴുവനും കർത്താവെ ആരാധന കൂടുന്നവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈശോ പല പല കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ പ്രാർത്ഥിച്ച് മടുത്ത് അവസാനിപ്പിച്ചു. ഇപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ തന്നെ അവർക്ക് ഉശിരില്ല, അവർക്ക് മനസ്സില്ല, ഇടഞ്ഞു പോയി. കർത്താവ് ആ വ്യക്തികളിലേക്കെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. കർത്താവ് ആരിപ്പോയി ചൂടാക്കുന്ന വാടിപ്പോയി നനച്ച് കിടപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉണർന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, പലതരത്തിലുള്ള നെഗോസിയേഷൻസ് കഴിഞ്ഞു. വഴി കിട്ടണില്ല, പലരെ ഇടപെടുത്തി വീട് വെക്കാൻ പറ്റണില്ല, അവിടെ വിറ്റ് പോകണു, അവിടെ താമസിക്കാനും പറ്റത്തില്ല, വിട്ടുപോകാനും പറ്റത്തില്ല. പോയാൽ ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇതിനേക്കാൾ 10 ഇരട്ടി വില കൊടുത്ത് മേടിക്കാൻ കാശുമില്ല. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഒടുങ്ങിയേക്കാമെന്നൊക്കെ വിചാരിച്ച് മനസ്സിടിഞ്ഞു പോയ കുറേ മക്കളുണ്ട്. അവരെല്ലാം ഇതുപോലെ പ്രാർത്ഥിച്ച് മടുത്ത് ഫയൽ ക്ലോസ് ചെയ്ത ആൾക്കാരാണ്. സക്കറിയാനെ പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അനേക മക്കള് വീട്, സ്ഥലം, വിവാഹം, കുഞ്ഞുങ്ങള്, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്ത് പ്രാർത്ഥന ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കരുണയിലുള്ള പ്രത്യാശയും പൊലിഞ്ഞു പോയവര് കർത്താവേ, ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥത്തില് അവരെ ഏറ്റെടുക്കണമേ. ദൈവത്തിന്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സമാപന ആശീർവാദമാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ എപ്പോഴും വീണ്ടും പരിശുദ്ധ അമ്മയെ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. മുട്ട നിൽക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ നിങ്ങൾ മുട്ട നിന്ന് ആശീർവാദം സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾ നിൽക്കുന്ന ഇടം മുട്ട നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പോഴും മുട്ട നിന്നുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാവുന്നതാണ്. ഞങ്ങളൊരു നിമിഷം അവനുമായി നിങ്ങൾ വെച്ച എല്ലാ വിഷയങ്ങളും ഈ ആരാധന ലൈവായി കൂടാൻ പോകുന്ന ഇന്നും നാളെ ഈ ആഴ്ച മൊത്തമായി ഈ ആരാധന തുറന്ന് കാണുന്ന എല്ലാവർക്കും അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ അവനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മാസം മുഴുവനും ഈ ആരാധനയിൽ പങ്കെടുക്കാൻ പോകുന്ന അനവധിയായ മക്കളെ അവിടെ പറ്റാത്ത കണ്ണുനീരിനെ ഏറ്റെടുത്തുകൊണ്ട് ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അവരെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ പ്രാർത്ഥനയെ നീ മാനിച്ചുകൊണ്ട് ഉടമ്പടിയെ നീ മാനിക്കണമേ. വാഗ്ദാനത്തെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ പ്രത്യാശയെ ഉദ്ദീപിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ആമേൻ. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്നവനായ ദൈവമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ
പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കൃപാസനം മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ഐവിൻ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ മർത്തോമ സഭ അംഗമാണ്. കൃപാസനത്തെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ ബ്രദറും അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ സിസ്റ്ററും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുവാൻ തുടങ്ങിയത് ഫെബ്രുവരി 7, 2025 മുതലാണ്. ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ഉടമ്പടിക്ക് മുമ്പുള്ള ജീവിതവും ഉടമ്പടിക്ക് ശേഷമുള്ള ജീവിതവും നല്ല വ്യത്യാസമാണുള്ളത്. അതിലേക്ക് ഞാൻ കടന്നു വരാം. ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗമായിട്ട് വെച്ചത് എൻ്റെ മദ്യപാനം നിർത്താൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ എൻ്റെ മദ്യപാനം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഇപ്പം ഏകദേശം ഒരു 10 വർഷമായി കാണും. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു രസത്തിന് തുടങ്ങിയതാണ്. പക്ഷെ പലപ്പോഴും നിർത്താനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും എനിക്ക് നിർത്താൻ സാധിച്ചിരുന്നില്ല. നിർത്താൻ വേണ്ടി ഞാൻ സ്പിരിച്വലി കുറേ വളരാൻ ശ്രമിച്ചു. പക്ഷെ പിന്നെയും ഓരോ പ്രലോഭനം കാരണം ഞാൻ പിന്നെയും വീണുപോയിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങിയതിൽ പിന്നെ എനിക്ക് പല സാഹചര്യങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളും ഉണ്ടായിട്ടും എനിക്ക് മദ്യപിക്കണമെന്നൊരു ആഗ്രഹവും തോന്നിയിട്ടില്ല. എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവൻ, അല്ലെ സ്വർഗരാജ്യത്തിലെ അവകാശികളാവുക, അല്ലെങ്കിൽ സ്പിരിച്വലി വളരുക. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ എനിക്ക് സ്പിരിച്വലി നല്ലപോലെ വളരാൻ സാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉടമ്പടിക്ക് മുമ്പുള്ള എൻ്റെ ജീവിതവും ഉടമ്പടിക്ക് ശേഷമുള്ള എൻ്റെ ജീവിതവും നല്ല വ്യത്യാസമാണെന്ന്. ഉടമ്പടിക്ക് മുമ്പ് ഞാൻ മോഹങ്ങൾക്കും അല്ലേ ലോകത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഉടമ്പടിക്ക് ശേഷം ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ദൈവവുമായിട്ട് മുമ്പോട്ട് ജീവിക്കുക. അതാണ് എൻ്റെ അങ്ങനെയാണ് ഞാൻ ജീവിച്ച് ഇപ്പം പോരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ജപമാല ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ജപമാല മുടങ്ങാറെ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുവൈറ്റിലുള്ള അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ മെയ് ലാസ്റ്റ് തൊട്ട് ഞാൻ അത് സ്ഥിരമായിട്ട് പങ്കെടുത്ത് വരുന്നു. അങ്ങനെ പങ്കെടുത്ത് വരുമ്പോൾ ഈ അഖണ്ഡ ജപമാലയിൽ എനിക്ക് തിരിയിൽ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ലഭിക്കുവാനിടയായി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കിയത് മെയ്യിലാണ്, ഈ കഴിഞ്ഞ മെയ്യിലാണ്. അന്ന് തൊട്ട് ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ ബൈബിള് നമ്മൾ ഡെയിലി വായിക്കുമ്പോൾ ഒരു ദിവസം മിസ്സായാൽ ഞാനത് ആ ടൈമും കൂടെ ആഡ് ചെയ്ത് അടുത്ത ദിവസം തന്നെ അത് വായിക്കും. അങ്ങനെ സ്പിരിച്വലി എനിക്ക് നല്ല മാറ്റമാണ് ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത നിയോഗം ഞാൻ വെച്ചത് എനിക്ക് വിദേശത്തൊരു ജോലി ലഭിക്കുക എന്നുള്ള ഒരു നിയോഗമാണ് ഞാൻ വെച്ചത്. ഞാൻ വിദേശത്ത് നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഫാമിലി ഇഷ്യൂ കാരണം എനിക്ക് നാട്ടിൽ വരേണ്ടി വന്നു. പിന്നെ ഞാൻ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു, എനിക്ക് നടന്നിരുന്നില്ല. ഞാൻ മെഡിക്കൽ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് വിദേശത്ത് ജോലി ലഭിക്കുക അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ GCC കൺട്രീസിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഒന്നെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ പോയി അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ നല്ല മെറിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഡയറക്റ്റ് നാട്ടിൽ എന്തെങ്കിലും ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്ത് കയറിപ്പോകണം, അല്ലെങ്കിൽ ആരുടെയും ഡയറക്റ്റ് റെഫറൻസ് ത്രൂ കയറിപ്പോകണം. വിസിറ്റിംഗ് വിസ എടുത്ത് പുറത്ത് പോയി അപ്ലൈ ചെയ്യാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് അത് സാധിച്ചിരുന്നില്ല. പക്ഷേ ലൂക്കോസ് 1:37 ആ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലോ. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ ഞാൻ മാതാവിനോട് ചേർന്ന് ഇങ്ങനെ ഓൺലൈനിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നു, പിന്നെ റിജക്ഷൻ വരുന്നു, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നു, റിജക്ഷൻ വരുന്നു. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഒരു ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നാട്ടിൽ എനിക്ക് ഒരു റിലേറ്റീവ്സ് ത്രൂ അറ്റൻഡ് ചെയ്യാനിടയായി. അങ്ങനെ ഞാനത് ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് വിശുദ്ധ നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് അതൊക്കെ എനിക്ക് അവിടെ പോയി ഉപയോഗിക്കണം, ദൈവത്തിന് സമർപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് കയറി ചെന്നു.
ഞാൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ CV നോക്കിയിട്ട് റിജക്റ്റ് ആയെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത് വലിയ വിഷമമായിരുന്നുണ്ടായിരുന്നത്. എനിക്ക് ഉടമ്പടി നേർച്ചകൾ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വെച്ച്. അത് കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ വിശ്വാസം മാതാവ് എനിക്ക് ബെസ്റ്റ് ചെയ്തെടുത്തുള്ളൂ എന്ന വിശ്വാസത്തിൽ ഞാൻ മുമ്പോട്ട് പോന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ കഴിഞ്ഞ ജൂണിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാനും അതുപോലെ തന്നെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞിട്ടും എനിക്ക് നാട്ടിലെ 2 ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചാൻസ് കിട്ടി. അതിലും ഞാൻ റിജക്റ്റായി. പക്ഷേ അങ്ങനെ ടെൻഷനായിരിക്കുമ്പോൾ ഞാൻ നന്മ നിറഞ്ഞ മറിയുമേ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് വരുമ്പോൾ എൻ്റെ മാതാവ് തന്നെയാണ് അത് എൻ്റെ മനസ്സിൽ തോന്നിച്ചതെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. മാതാവ് എന്നെ തോന്നിപ്പിച്ചത് മാതാവ് ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞ ആ ഒരു വാക്യങ്ങളാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് ദൈവത്തിൻ്റെ ഹിതം അതെന്തോ ആയാലും നിറവേറട്ടെ. ഇപ്പം എനിക്ക് വിദേശത്ത് പോകാനല്ല, നാട്ടിലാണെങ്കിൽ അത് തന്നെ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഡേറ്റ് ഇട്ട് അപ്ലൈ ചെയ്ത് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഡേറ്റ് ഇട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. 1 മാസം മുമ്പോട്ടുള്ള ഡേറ്റ് ഇട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. ഞാൻ മാക്സിമം അപ്ലൈ ചെയ്തു. 1 മാസം ഞാൻ അറൗണ്ട് ഒരു 300 ജോബ് അപ്ലൈ ചെയ്തു. അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഇതിൽ ഞാൻ ചെയ്തതാണ്. ഞാൻ മൊത്തം ദൈവത്തിനോട് സമർപ്പിച്ച് ഞാൻ ചെയ്തു. ദൈവമേ, എനിക്കിതിലൊന്നും എൻ്റെ മെറിറ്റിൽ എനിക്കൊന്നും നേടാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ കൃപയാലല്ലാതെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താലല്ലാതെ എനിക്കത് നേടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാനത് അപ്ലൈ ചെയ്തു പോന്നു. അതിൻ്റെ ഇടയ്ക്കും ഒരു ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നടന്നു. അതിലും റിജക്റ്റായി. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് കഴിഞ്ഞു. ആ ഡേറ്റ് കഴിഞ്ഞിട്ടും എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഡേറ്റ് ഇട്ട് സെപ്റ്റംബറിലാണ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു വന്നത്. പക്ഷേ ഞാൻ സെപ്റ്റംബറിലും ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ സെപ്റ്റംബറായി, എനിക്ക് ഒക്ടോബറിൽ എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണമെന്നുണ്ട്, അത് വലിയ ആഗ്രഹമാണ്. ഇപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് എനിക്ക് അത് കിട്ടിയാലും അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് മാതാവ് എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് അതിന് ശേഷം മാത്രമേ എനിക്ക് ആ ഒരു ജോലി തരാവൂ എന്ന്. പക്ഷേ അങ്ങനെയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡേറ്റ് ഇട്ട് അപ്ലൈ ചെയ്ത് വന്നു. ലാസ്റ്റിലും എനിക്ക് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഹിതം അതെന്തോ ആണേലും എൻ്റെ ജീവിതത്തിൽ നിറവേറുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലും അപ്ലൈ ചെയ്തു. 2 ജോബ് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് വിളിച്ചു, അത് കിട്ടിയില്ല. പക്ഷേ ഞാൻ ഡേറ്റ് ഇട്ട് അപ്ലൈ ചെയ്ത ആ ജോബ് ഒരു 2-3 പേര് എന്നെ വിളിച്ചു. ജസ്റ്റ് നോർമലി കാര്യങ്ങളൊക്കെ ചോദിച്ചു, എവിടെയാണ്, ഇപ്പോൾ നാട്ടിലാണോ, എന്തോ ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ചു. പക്ഷേ ഞാനത് സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് വരികയും ഞാൻ ഓൺലൈൻ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് ഇത് മാതാവ് ഇടപെട്ടതാണെന്ന് ഞാൻ പരിപൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കാര്യം നാട്ടിൽ നിന്ന് ഇങ്ങനെ ഓൺലൈൻ ഇൻ്റർവ്യൂ ഇങ്ങനെ അവർ സെലക്ട് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെ അത്രയും മെറിറ്റൊന്നും എനിക്കില്ല. അങ്ങനെ ഞാനത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഓൺലൈനാണ് അറ്റൻഡ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ എൻ്റെ ബാക്ക് സൈഡിൽ ഉടമ്പടി തൈലം കുരിശടയാളത്തിൽ വരച്ചിട്ട് അതിനു മുമ്പെല്ലാം ഞാൻ വിശ്വാസപ്രമാണം മാത്രമേ ഞാൻ ചൊല്ലത്തുള്ളായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ കാശുരൂപം കൈ വച്ചിട്ട്, മാതാവേ, അമ്മ ഈ ഇൻ്റർവ്യൂവിന് എനിക്ക് പകരമായിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂ ഒന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്തു. പക്ഷേ അവർ ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു. അവർ പറയാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ചയും ഞാൻ ഫോളോ അപ്പ് ചെയ്തു. അവർ പിന്നെയും പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ 4-ാം തീയതി എനിക്ക് ദൈവം സഹായിച്ച് ഓഫർ ലെറ്റർ വരികയും ഞാൻ ഈ 18-ാം തീയതി എനിക്ക് വിസയും ബാക്കി കാര്യങ്ങളും എല്ലാം റെഡിയായി. ഞാൻ ഈ 18-ാം തീയതി ഞാൻ UAE-യിലാണ് എനിക്ക് ജോലി ലഭിച്ചത്. ഞാൻ ഈ 18-ാം തീയതി ഞാൻ UAE-യിലേക്ക് പോവും. ഇത്രയും അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് തൊട്ട് ഞാൻ ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്തെല്ലാം എൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ മുറുകെ പിടിച്ചിട്ട് ഞാൻ ബൈബിൾ വചനങ്ങൾ വായിച്ച് നിനക്ക് മുമ്പേ
പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടകൾ ഒടിക്കുകയും ചെയ്യുന്ന യെശയ്യാവിൻ്റെ 45:2-3 ആ വചനങ്ങൾ വായിച്ചാണ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹങ്ങളും നന്മകളും തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്ത ആളാണ്. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആൾക്കാർ കൊടുക്കുമ്പോൾ എന്ത് പറയും, അവർ മേടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എൻ്റെ ഫസ്റ്റ് പുതുക്കുന്നതിന് മുമ്പ് വരെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പത്രം കൊടുക്കും. മാതാവിനെയും ഈശോനെയും അനുഭവിച്ചറിഞ്ഞവിടെ സാക്ഷികളെങ്കിൽ പത്രമാണ് എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി ഞാൻ പുതുക്കിയ സമയത്ത് ഞാൻ ഇവിടെ വരുമ്പം എനിക്ക് 3 സെറ്റ് പത്രം കിട്ടി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, 3 സെറ്റ് പത്രം എന്താ കിട്ടുന്നത്, 1 സെറ്റ് പത്രമല്ലേ ഒരു മാസം കിട്ടുന്നതെന്ന്. അപ്പം മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചത്, എന്തുകൊണ്ട് ഒരു മാസം 3 സെറ്റ് പത്രം കൊടുത്തുകൂടാ. സോ ഞാൻ കഴിഞ്ഞ മെയ് തൊട്ട് എല്ലാ മാസവും 3 സെറ്റ് പത്രം വീതം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഈ 9 മാസത്തിനുള്ളിൽ ദൈവം സഹായിച്ച് 22 സെറ്റ് പത്രം എനിക്ക് കൊടുക്കാൻ സാധിച്ചു. പക്ഷേ എന്നാൽ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അത്ര പൂർണ്ണതയിലെത്തിയിട്ടില്ലായിരുന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അന്ന് മുതലാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പൂർണ്ണതയിലേക്ക് എത്തിയത്. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇങ്ങനെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഒരു മുസ്ലിം സഹോദരിയെ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് പത്രം കൊടുത്ത് യേശുവിനെ മാതാവിനെ അനുഭവിച്ചറിഞ്ഞയുടെ സാക്ഷ്യം അടങ്ങിയ പത്രമാണെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം അവർ തിരിച്ചു ചോദിച്ചു, ഇതെന്താ കൃപാസനത്തിൽ എന്തോ കൃപാസനം കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റിയില്ല, ഞാൻ സ്റ്റക്കായി. പക്ഷേ അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര വിഷമമായി, എന്തുകൊണ്ട് എനിക്ക് പറയാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ അടുത്ത ഈ സെപ്റ്റംബർ തൊട്ട് ഞാൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെയും കൃപാസന മാതാവിനെയും അനുഭവിച്ചറിഞ്ഞവരുടെ സാക്ഷ്യങ്ങളടങ്ങിയ പത്രമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതാനുഭവം, എൻ്റെ മുമ്പത്തെ മദ്യപാന ആ ഒരു ജീവിതവും ഇപ്പോഴത്തെ ഉടമ്പടിക്ക് ശേഷമുള്ള എൻ്റെ ജീവിതവും ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത്. ഞാനിപ്പം എല്ലായിടത്തും തന്നെ കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ട്രെയിനിൽ കൊടുത്തിട്ടുണ്ട്, കടകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കാരുണ്യ പ്രവൃത്തിയും സെപ്റ്റംബർ തൊട്ടാണ് ഞാൻ ആക്റ്റീവായിട്ട് തുടങ്ങിയത്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ സമയം തൊട്ട്. അതിനു മുമ്പേ കാരുണ്യ പ്രവൃത്തി ഞാൻ ചെയ്യുമായിരുന്നെങ്കിലും അതൊരു പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിനു മുമ്പേ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ശാലോം കാരുണ്യഭവൻ എന്ന ഒരു മാനസിക ആരോഗ്യ കേന്ദ്രം, അവരുടെ ആ മക്കൾക്ക് ഞാൻ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങി ഞാൻ വഴിയിലിരിക്കുന്ന പാവങ്ങൾക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് രോഗികൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം രോഗികളെ സന്ദർശിച്ച് അവർക്കും ഞാൻ സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും എനിക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാരുണ്യപ്രവൃത്തി ആ ഒരാഴ്ചയിൽ എനിക്ക് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ മാതാവ് അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച സെപ്റ്റംബർ അന്ന് തൊട്ട് ഞാൻ അടുത്തുള്ള എൻ്റെ ശാലോം കാരുണ്യഭവനിൽ പോയിട്ട് അവിടെയുള്ള മക്കൾക്ക് ഞാൻ ഷേവ് ചെയ്യുകയും അവരെ കുളിപ്പിക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ആ ഒരു വചനം എനിക്ക് കാണുവാനിടയായി. മത്തായി 25:40. നമ്മൾ മറ്റുള്ളവരെ സഹായവും അല്ലെങ്കിൽ നമ്മൾ കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവരെ നമ്മൾ യേശുവിനെ കാണുക, യേശുവിന് ചെയ്തു കൊടുക്കുന്ന പോലെ മറ്റുള്ളവരെയും കാണുക, മറ്റുള്ളവരെയും സഹായിക്കുക. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും 1000 കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം തന്നെ ഞങ്ങളുടെ അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പേര് ബിനി, ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻ. ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ്, അവരുടെ പേര് ടിയാര. ഞങ്ങൾ കോഴിക്കോട് മുക്കം എന്ന സ്ഥലത്ത് വരുന്നു. 2 അബോർഷന് ശേഷം ഞങ്ങൾക്ക് ഒരു 3ാമതൊരു കൊച്ചിനെ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നു. ഇത് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 9ാമത്തെ ആഴ്ചയിലാണ് ഇവൾക്ക് ഹാർട്ട് ബീറ്റ് തന്നെ കിട്ടുന്നത്. എല്ലാ 6 ആഴ്ച മുതൽ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും സ്കാനിങ് ചെയ്തിരുന്നു.
9ാമത്തെ ആഴ്ചയിൽ ഇവൾക്ക് ഹാർട്ട് ബീറ്റ് കിട്ടി. 3ാമത്തെ മാസത്തിൽ ഞങ്ങൾക്ക് ഇവൾക്ക് അംബ്ലിക്കൽ കോഡ് ബ്ലോക്കായിട്ട് കുഞ്ഞിന് ഫുഡ് പോകുന്ന വാൾവ് ആർട്ടറി ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു എക്കോസ്പിരിൻ കഴിക്കാൻ. അങ്ങനെ 8ാം മാസം വരെ എക്കോസ്പിരിൻ കഴിച്ചു. 5ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഞങ്ങൾക്ക് കൊച്ചിൻ്റെ കുടൽ ബ്ലോക്കായി കണ്ടു. പിന്നെ കൊച്ചിന് ഹാർട്ടിന് 2 വാൾവ് കിട്ടി, വാൾവ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും കൊച്ച് വയറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മരിക്കും, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ തന്നെ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നാൽ പിന്നെ ഒന്നും കൂടെ വേറൊരു ഡോക്ടറിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കാണിച്ചു. അങ്ങനെ 4 ഡോക്ടേഴ്സിനെ 4 ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചു. അപ്പം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെന്തിനാണ്, ചെറിയ പ്രായമല്ലേ, അപ്പം നിങ്ങൾ ഒരു അബോർഷൻ ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ഇത്രയും വലിയ കോംപ്ലിക്കേഷനായി ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, നിങ്ങൾ എന്തായാലും അബോർഷൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീട്ടുകാർ പറഞ്ഞു, പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങൾ അബോർഷനൊന്നും നിൽക്കണ്ട, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡൗൺ സിൻഡ്രോം ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കൊച്ചിന്. അപ്പം ഡൗൺ സിൻഡ്രോത്തിലുള്ള കൊച്ച് ജനിച്ചോട്ടെ, നമുക്ക് അതിനെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു നേഴ്സാണ്, അതുകൂടെ ഞാൻ ഡൗൺ സിൻഡ്രോം ഉള്ള കൊച്ചുങ്ങളുടെ കൂടെ ഒരുപാട് നാൾ ജീവിച്ച കുറ്റാണ്. അപ്പോൾ അവരുടെ ഓരോ കുറവുകൾ എന്ന് പറയുമ്പോൾ അവർക്കറിയാം, ഫുഡ് കഴിക്കാൻ അവർക്കറിയില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അവരുടെ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കും അങ്ങനെ ഒരു കൊച്ചാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ഒരുപാട് എൻ്റെ പ്രഗ്നൻസി ഭയങ്കര സങ്കടകരമായി മുന്നോട്ട് പോയി. അങ്ങനെ 7ാം മാസം എത്തി. 7ാം മാസത്തിൽ ഷുഗർ ഭയങ്കര കൂടി. അപ്പം ഫ്ലൂയിഡ് കൂടുതലായി, ഇവൾക്ക് ബ്രീച്ച് പ്രസൻറ്റേഷൻ, കുട്ടി തല മുകളിലേക്ക് കിടക്കുന്നത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അപ്പം ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഇവിടുന്ന് വെഞ്ചരിച്ച ഓയിൽ വെച്ച് വയറ് കൈവച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡെലിവറി അടുത്തു. ഡെലിവറിയുടെ സമയത്ത് ഡോക്ടേഴ്സ് എന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു, ലേബർ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇത് ഇങ്ങോട്ട് നിങ്ങൾ എന്തിനാണ് മുന്നോട്ട് പോയത്, ഇത് ഒന്നെങ്കിൽ ജീവിത പങ്കാളി അല്ലെങ്കിൽ കൊച്ച്, ഇതിൽ കൊച്ചിൻ്റെ കാര്യം ഞങ്ങൾ നോക്കണ്ടല്ലോ എന്നാണ് ഡോക്ടേഴ്സൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു, അത് പോരാ, 2 പേരെ എനിക്ക് വേണം, 2 പേരെ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ അവരൊന്നും മിണ്ടാതെ പോയി. അങ്ങനെ കുറച്ച് പിന്നെ 26 മണിക്കൂറിന് ശേഷം, അതായത് ഫ്ലൂയിഡ് ലീക്കേജ് ആക്കി 26 മണിക്കൂറിന് ശേഷം കൊച്ചിനെ പുറത്തെടുത്ത് കഴിഞ്ഞ് നേരെ ICUവിലേക്ക് കൊണ്ടുപോയി. ICUവിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞ് കൊച്ച് ഭയങ്കരമായിട്ട് ഛർദിയാണ്, ആ കൊച്ചിൻ്റെ വയറ്റിലേക്ക് എത്തുന്ന കുഴൽ ബ്ലോക്ക് ആയതുകൊണ്ട് അത് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ ആ ബ്ലോക്ക് അവർ മാറ്റി. അങ്ങനെ ഇരുന്ന് ഞാൻ അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പിന്നീട് ഇവിടേക്ക് വന്നു. ഇവിടെ വന്ന് പിന്നെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് അമ്മമാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നേരമാണ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുക, കൊച്ചിന് വയറ്റിലേക്ക് എത്താനുള്ള കുഴൽ, അതായത് നമ്മൾ കുഴൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ കുഴൽ അവൾ തന്നെ എടുത്ത് മാറ്റി എന്ന് പറഞ്ഞ്. അങ്ങനെ ഡോക്ടേഴ്സ് നേഴ്സുമാരെ വഴക്ക് പറയാൻ തുടങ്ങി, നേഴ്സുമാർ ബൈസ്റ്റാൻഡറിനെ വഴക്ക് പറയാൻ തുടങ്ങി. ആകെ ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം അവർ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കണ്ട, അത് അമ്മ മാതാവ് വന്ന് അത് എടുത്ത് മാറ്റിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അത് ഇതാക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു, നോക്കാം നമുക്ക് ഒരു
ഒരു ദിവസത്തോളം നമുക്ക് നോക്കാം, കൊച്ച് ഛർദ്ദിച്ചില്ലെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് 9 ദിവസമാണ് അവിടുന്ന് ഭക്ഷണം കൊടുക്കാൻ, അതായത് ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉള്ള ടൈം പറഞ്ഞത്. പക്ഷേ എല്ലാം ഒരു 5-6 ദിവസം, 8-ാം ദിവസം ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. അതിനു മുൻപൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് ദർശനങ്ങളും പരിശുദ്ധ അമ്മ കാണിച്ചു തന്നു. അവിടുന്ന്, അതായത് വീട്ടിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും കൊച്ചിൻ ഞങ്ങളുടെ കയ്യിലേക്ക് അമ്മ മാതാവ് കൊണ്ടുവന്ന് തരുന്നതും, അങ്ങനെ ഞങ്ങൾ ആ കൊച്ചിൻ്റെ മാമോദീസ വരെ പരിശുദ്ധ അമ്മ എനിക്ക് വെളിപ്പെടുത്തി കാണിച്ചു തന്നു. അന്നേരമൊക്കെ ഞാൻ ഇവളോട് പറയും, പേടിക്കേണ്ട, അത് അമ്മ മാതാവ് തന്ന കൊച്ചാ, അവൾ ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മ നോക്കിക്കൊള്ളും. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊരു ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ഞങ്ങളാകെ തകർന്നു പോയ സമയത്ത് അമ്മ മാതാവ് എന്നോട് പറഞ്ഞു, ഞാൻ തന്ന കൊച്ചല്ലേ, പിന്നെ നിങ്ങളെന്തിന് പേടിക്കണം, ഇനി നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ നേരെ മുന്നോട്ട് പോവുക, ഇനി പുറകോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോവുക, ബാക്കി എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. ലാസ്റ്റ് വരെ ആ ഡോക്ടേഴ്സ് പറഞ്ഞ എല്ലാ സിംറ്റംസും അതിൻ്റെ അത് കാണും, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അമ്മ മാതാവിനെ വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു ആരോഗ്യവതിയായ ഒരു കുഞ്ഞിനെ അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിന് വിശ്വസിക്കും ഒരുപാട് നന്ദി. ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് പത്രം നാനാജാതി ബസ്സുകൾക്കൊക്കെ പത്രം കൊടുക്കാൻ പോവും. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഈ വൃദ്ധരായ ആൾക്കാരെയൊക്കെ നോക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടെ ഞങ്ങൾ വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വളരാൻ സാധിച്ചു. എന്നും പരിശുദ്ധ കുർബാന, കുമ്പസാരം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങളങ്ങനെ മുന്നോട്ട് ആ വിശുദ്ധ കുർബാനയിലൂടെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന, രാവിലത്തെ ഡെയിലി ബ്രെഡ്, ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണും, പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒരുപാട് ആത്മീയമായി ഒരുപാട് വളരാൻ ഞങ്ങളെ അമ്മ മാതാവ് സഹായിച്ചു. ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മ മാതാവിന് വിശ്വസിക്കും ഒരുപാട് നന്ദി.